രക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ പൂജിക്കുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. സർവശക്തനായ പിതാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഇതാ ദിവ്യകാരുണ്യ ഈശോ വലിയ സ്നേഹത്തോടെ നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ, അത് സമർത്ഥമായി ഉണ്ടാകുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന ഈശോ, ജീവൻ നഷ്ടപ്പെട്ടു പോകുവാൻ കാരണമായ പാപത്തെയും പാപത്തിൻ്റെ വേദനമായ മരണത്തെയും നീക്കിക്കളഞ്ഞുകൊണ്ട് അതിലൂടെ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും ജീവിതത്തിൻ്റെ മേലും കടന്നു വന്ന എല്ലാ ആധിപത്യങ്ങളെയും അടിമത്തങ്ങളെയും രോഗപീഠകളെയും തകർച്ചകളെയും തടസ്സങ്ങളെയും എടുത്തു മാറ്റിക്കൊണ്ട് യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് നമ്മെ നയിക്കുവാനായി ഈ രാത്രിയിൽ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദര സഹോദരി, മാതാവേ, പിതാവേ,
ഇപ്പോൾ ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഇവിടെ നമുക്ക് ജീവനുണ്ട്, ഇവിടെ നമുക്ക് വിടുതലുണ്ട്, ഇവിടെ നമുക്ക് സൗഖ്യമുണ്ട്, ഇവിടെ നമുക്ക് എല്ലാമുണ്ട്. നമ്മുടെ ഏത് പ്രശ്നത്തിനും ഏത് തകർച്ചകൾക്കും പരിഹാരം ഈശോ മാത്രമാണ്. എല്ലാത്തിനും മതിയായവൻ ഈശോ മാത്രമാണ്. ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് സകല മക്കളും ഈ നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, മഹത്വപ്പെടുത്തുന്ന ദൈവമേ, ആരാധന, ആരാധന, ആരാധന എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ. വേദനകള്, രോഗങ്ങള്, കഷ്ടപ്പാടുകൾ, തകർച്ചകള്, പാപങ്ങള്, ശാപങ്ങളെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കണമേ. ഈ നിമിഷം കർത്താവേ, അങ്ങയുടെ വലിയ കരുണ ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ പാപത്തിന്റെ മേല്, ഞങ്ങളുടെ മേല്, രോഗങ്ങളുടെ മേല്, കഷ്ടപ്പാടുകളുടെ മേല്, തകർച്ചകളുടെ മേല് ഈ നിമിഷം അവിടുന്ന് ഭക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ സ്വീകരിക്കണമേ കർത്താവേ. വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. തിരികൾ നമുക്ക് ഊതാം, കത്തിച്ച തിരികൾ നമുക്ക് ഊതാം. തമ്പുരാന്റെ മുമ്പിലേക്ക് വലിയ സന്തോഷത്തോടെ, വലിയ സ്നേഹത്തോടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് സകല പാപങ്ങളും ഏറ്റെടുത്ത് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഈ രാത്രിയിൽ നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, തമ്പുരാന്റെ അരികിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവിന്റെ വലിയ കാരുണ്യം, ജീവന്റെ സമൃദ്ധി നമ്മുടെ മേലും നമ്മുടെ ജീവിതത്തിന്റെ മേലും കടന്നു വരുവാൻ വേണ്ടി വലിയ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, മനുഷ്യ മക്കളെ വീണ്ടെടുക്കുന്ന, ജീവൻ നൽകുന്ന, പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന, ശാപങ്ങളെ നീക്കുന്ന, പൈശാചിക സ്വാധീനങ്ങളെ തകർത്തെറിയുന്ന ആ വലിയ ശക്തി നമ്മുടെ മേൽ വർഷിക്കപ്പെടണം. വലിയ ദാഹത്തോടുകൂടി നമുക്ക് എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന് മുമ്പിലേക്ക് നമ്മെ നമ്മുടെ ജീവിതത്തെ മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ നമുക്ക് പാടാം. കരങ്ങളടിച്ച് പാടാം. എല്ലാവരും കരങ്ങളടിച്ച് സന്തോഷത്തോടെ എല്ലാം സമർപ്പിക്കാം. വലിയ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ
അങ്ങയെ ആരാധിക്കുന്നു. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം ദിവികാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. എൻ്റെ മകനെ, മകളെ, മാതാവേ, പിതാവേ, നിന്നെ വേദനിപ്പിക്കുന്ന നിന്റെ ജീവിത പ്രശ്നങ്ങള്, നൊമ്പരപ്പെടുത്തുന്ന നിന്റെ തകർച്ചകള്, രോഗപീഠകൾ, കഷ്ടപ്പാടുകൾ, തകർച്ചകള് എല്ലാം ഈശോയുടെ മുമ്പിലേക്ക് വെക്കി. ഇവിടെ സൗഖ്യമുണ്ട്, ഇവിടെ വിടുതലുണ്ട്, ജീവന്റെ സമൃദ്ധിയുണ്ട്. എല്ലാം സമർപ്പിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് പാടാം. പിതാവേ, സ്നേഹനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ തന്നെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അതിയായി ആഗ്രഹിച്ചുകൊണ്ട് രാത്രിയിൽ, ഓ കർത്താവേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും എല്ലാം അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വലിയ ചൈതന്യം, അങ്ങയുടെ ജീവന്റെ സമൃദ്ധി ഞങ്ങളിലേക്ക് ഇപ്പോൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സകല മാലാഖമാരുടെ വിശുദ്ധരോടും എല്ലാം ചേർന്ന് യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ായവനേ, യേശുരാജനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ശക്തിയോടെ കരങ്ങളടിച്ച് എല്ലാം സമർപ്പിക്കാം. രക്ഷകനേ, പാപമോചകനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. എല്ലാ വിശുദ്ധരോടും ആരാധകമാരെ ചേർന്ന് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ദൈവമേ. ആരാധിക്കുന്നു, ഞങ്ങൾ
സമർപ്പിച്ച് സന്തോഷത്തോടെ വലിയ സ്നേഹത്തോടെ വിശ്വാസത്തോടെ യേശുവേ നന്ദി കർത്താവേ, മഹത്വ ദൈവമേ, മഹത്വ ദൈവമേ, മഹത്വ ദൈവമേ, ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഓ കർത്താവേ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. കൊല്ലപ്പെട്ട കുഞ്ഞാടേ നിങ്ങളെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ഉണർന്നിരിക്കുന്ന ഈ സ്വർഗീയമായ നിമിഷങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ജീവൻ നൽകുന്ന ഈശോയാണ് നമ്മുടെ ഈശോ. നമ്മെ വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാനും വേണ്ടി മാത്രം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവനാണ് എൻ്റെ ഈശോ. രോഗികളെ തേടി വന്ന കർത്താവ്, പാപികളെ തേടി വന്ന കർത്താവ്, പാപമില്ലാത്ത പാപത്തെ ഏറ്റെടുത്ത് പാപത്തിനു വേണ്ടി മരിച്ച് പാപത്തിൻ്റെ വേദനമായ മരണത്തെ പരാജയപ്പെടുത്തി പാപത്തിൻ്റെ ഉടയവനാകുന്ന പിശാചിനെ നിർവീര്യമാക്കിക്കൊണ്ട് തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടി വന്ന കർത്താവ് ഇതാ അറക്കപ്പെട്ട കുഞ്ഞാടായിട്ട് ദിവ്യകാരുണ്യമായിട്ട് ഈ അൾത്താരയിൽ നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നമുക്കെല്ലാം നൽകുവാൻ കഴിയുന്ന നമ്മുടെ അവസ്ഥകൾ എന്തൊക്കെയാണോ, നമ്മുടെ തകർച്ചകൾ എന്തൊക്കെയാണോ, രോഗങ്ങൾ, പാപങ്ങൾ, ദുശീലങ്ങൾ, തകർച്ചകൾ, ജീവിതത്തിലെ തടസ്സങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്തുമാകട്ടെ എൻ്റെ പ്രിയ മകനെ, മകളെ, മാതാവേ, പിതാവേ, ഈ കർത്താവിൻ്റെ മുമ്പിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇവിടെ വിടുതലുണ്ട്, ഇവിടെ മോചനമുണ്ട്, ഇവിടെ ദൈവിക ജീവന്റെ സമൃദ്ധിയുണ്ട്, ദൈവകൃപയുടെ നിറവുണ്ട്. ഈശോടരികിലേക്ക് ഈ വലിയ വിശ്വാസത്തോടു കൂടി നമുക്ക് കടന്നു വരാം. ശാന്തമായിട്ട് നമുക്ക് കസേരകളിൽ നിവർന്നിരിക്കാം. കർത്താവിൻ്റെ മുമ്പിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. ഈ രാത്രിയിൽ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഈശോ പറഞ്ഞു, മക്കളെ, എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ ഒരു തിരിച്ചറിവോടെ വേണം ഇന്ന് രാത്രിയിൽ ഈശോയുടെ അരികിലേക്ക് നമുക്ക് കടന്നു വരാൻ. നമുക്ക് വളരണം, നമുക്ക് ജീവിക്കണം, നമുക്ക് രക്ഷ പ്രാപിക്കണം, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ നമ്മളെ മാറിപ്പോകണം, അടിമത്തത്തിൽ നിന്ന് മോചനം വേണം, നമുക്ക് രക്ഷ വേണം, നമ്മുടെ മക്കൾ ദൈവകൃപയിൽ ദൈവിക ജീവനിൽ വളരണം എന്നെല്ലാം ആഗ്രഹങ്ങളാണ് നമുക്കുള്ള. എല്ലാം ഈശോയുടെ മുമ്പിലേക്ക് വലിയ സ്നേഹത്തോടെ നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ അരികിലേക്ക് കടന്നു വന്ന ഒരുവൻ പോലും നിരാശയോടെ പോയിട്ടില്ല. ഈശോയെ വിളിച്ച ഒരുവൻ പോലും സങ്കടപ്പെട്ടു പോയിട്ടില്ല. കണ്ണുനീരോടെ, വലിയ വേദനയോടെ, എല്ലാവരാലും ഒത്തിരിയേറെ ഒറ്റപ്പെടുത്തപ്പെട്ടവര്, വലിയ പാപികള്, തകർന്നു പോയവര്, രോഗികള്, തളർവാദ രോഗത്തിൽ അടിമപ്പെട്ടു പോയവര്, അങ്ങനെ പലരെയും ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവന്നു. പലരും ഈശോയുടെ അരികിലേക്ക് കടന്നു വന്നു. അവരെയൊക്കെ ഈശോ സുഖപ്പെടുത്തി. വിളിച്ചവരെ ആരെയും നിരാശയോടെ ഈശോ പറഞ്ഞു വിട്ടിട്ടില്ല. ഈ വലിയ വിശ്വാസം ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ ഒരിക്കൽ ഈശോ ജനക്കൂട്ടത്തിന്റെ മധ്യയിരുന്ന് പഠിപ്പിക്കുക. ആ സമയത്ത് ജായിറോസ് വലിയ വേദനയോടെ ഈശോയുടെ അരികിലേക്ക് കടന്നു വരിക. എന്തെന്നാൽ അവന്റെ മകൾ രോഗം ബാധിച്ച് മരിക്കാറായിട്ട് കിടക്കുക. തീർച്ചയായിട്ടും അവൻ ഒത്തിരിയേറെ ചികിത്സിച്ച് കാണും. അവന് കഴിയുന്ന വിധത്തിലൊക്കെ ആ കുഞ്ഞിനു വേണ്ടി അവൻ കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, പൈസ മുടക്കി, പല സ്ഥലത്ത് കൊണ്ടുപോയി. എന്നാൽ ആ കുഞ്ഞിപ്പോൾ മരിക്കാറായിരിക്കുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ,
ഈ സമയത്താണ് ജായിറോസ് ഈശോയുടെ അരികിലേക്ക് കടന്നു വരുന്നത്. ഈശോ ആണെങ്കിലോ ജനക്കൂട്ടത്തിന് മധ്യയിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഈശോയുടെ അരികിലേക്ക് വന്നു, തമ്പുരാന്റെ അരികിലേക്ക് വന്ന് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് അവൻ ഈശോയോട് പറയാ, മറ്റൊന്നും നോക്കണില്ല, ജനക്കൂട്ടമുണ്ട്, ഈശോ പഠിപ്പിക്കുക, അതൊന്നും അവൻ ഗവനിക്കുന്നില്ല. അവൻ്റെ വേദന, അവൻ്റെ ദുഃഖം, അവൻ്റെ അവസ്ഥ ഈശോയോട് പറയാം. അവൻ പറയാണ്, എൻ്റെ ഈശോയെ, എൻ്റെ മകൾ രോഗം ബാധിച്ച് മരിക്കാറായിട്ട് കിടക്കുക, എൻ്റെ വീട്ടില് അങ്ങ് വരണം, അങ്ങ് വരണം, എൻ്റെ കുഞ്ഞിനെ തൊടണം, അങ്ങ് സുഖപ്പെടുത്തണം. എൻ്റെ പ്രിയ മക്കളെ, മാതാപിതാക്കളെ, ഈ നിമിഷം ജായിറൂസിനെ പോലെ ഈ രാത്രിയിൽ നീ നിന്റെ ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വാ. നീ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു, ഒത്തിരി അധ്വാനിച്ചു, നിന്നാൽ കഴിയുന്നതൊക്കെ ചെയ്തു ഈ പ്രശ്നം മാറാൻ, ഈ തകർച്ച മാറാൻ, ഈ രോഗം മാറാൻ, ഈ പ്രതിസന്ധി മാറാൻ, ഈ തടസ്സം മാറാൻ, ഈ കെട്ടഴിയാൻ. എന്നാൽ ഇപ്പോഴും നിന്റെ അവസ്ഥ മാറാത്ത അവസ്ഥയല്ല എന്ന് മാത്രമല്ല, അവസാനത്തെ ഒരു അവസ്ഥയാണെന്ന് നിനക്ക് തോന്നിപ്പോയേക്കാം. മരിക്കാറായി കിടക്കുന്ന അവസ്ഥ, തകർന്നു തരിപ്പണമാകാവുന്ന അവസ്ഥ, ഇനി ഒരു രക്ഷയുമില്ല, പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥ. ഈശോയുടെ അരികിലേക്ക് കടന്നു വന്നിട്ട്, എൻ്റെ ഈശോയെ, ഇതാണ് എൻ്റെ അവസ്ഥയെന്ന് ഈശോയോടൊന്ന് പറ. ഇതാണ് നിന്റെ അവസ്ഥയെന്ന് നീ ഈശോയോട് പറ. നിന്റെ കുടുംബത്തിലെ പ്രശ്നം, മക്കളെ ഓർത്തുള്ള നൊമ്പരങ്ങൾ, നിന്റെ രോഗങ്ങൾ, സാമ്പത്തികമായ തകർച്ച, ഒത്തിരി കടബാധ്യത, മക്കളുടെ ജീവിതം, വഴിതെറ്റിപ്പോയ അവസ്ഥകൾ, സമാധാനമില്ലാത്ത കുടുംബാന്തരീക്ഷം, സ്വസ്ഥതയില്ല, ഒരു സ്നേഹവുമില്ല, ആരും എന്നെ അംഗീകരിക്കുന്നില്ല, തിരസ്കരിക്കപ്പെട്ടതിൻ്റെ നൊമ്പരം. എൻ്റെ പ്രിയ മക്കളെ, മാതാപിതാക്കളെ, ഈ രാത്രിയിൽ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മുടെ അവസ്ഥകളെ ജായിറൂസ് വ്യക്തമായി പറഞ്ഞു. കർത്താവേ, എൻ്റെ മകൾ രോഗം ബാധിച്ച് മരിക്കാറായിട്ട് കിടക്ക, അങ്ങ് വരണം യേശുവേ, അങ്ങ് വരണം, എൻ്റെ കുഞ്ഞിനെ തൊടണം, സുഖപ്പെടുത്തണം. വലിയ ദാഹത്തോടെ ഈശോയുടെ മുമ്പിലേക്ക് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മെ തന്നെയും നമ്മുടെ പ്രശ്നങ്ങളെയെല്ലാം സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ പ്രശ്നത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, എൻ്റെ തകർച്ചകളിലേക്ക്, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലേക്ക്, ഞാൻ അനുഭവിക്കുന്ന തടസ്സങ്ങളിലേക്ക് യേശുവേ വരണമേ എന്ന് വിളിച്ച് കരങ്ങൾ യാചനാപൂർവം ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചേ. മനസ്സിൽ സൗഖ്യമേകാ ഈശോയെ വരുമോ നീ നാഥാ, എൻ്റെ ഈശോയെ വരണമേ, കനിവിന്നുറവാ യേശുനാഥാ, വരുമോ നീ എൻ ഹൃത്തിൽ, തരുമോ നീ സൗഖ്യം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നോവും മനസ്സിൽ ദാഹത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. നീ ഈശോയെ നാഥാ, അങ്ങ് വരണമേ, കനിവിന്നുറവാ യേശുനാഥാ, വരുമോ നീ എൻ ഹൃത്തിൽ, തരുമോ നീ സൗഖ്യം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നോക്കിക്കേ, ആ ജനക്കൂട്ടത്തിനെ മധ്യേ പഠിപ്പിക്കുന്ന സമയത്ത് ഈ ജായിറൂസ് ചങ്കുപൊട്ടി അവൻ്റെ കണ്ണുനീരോടെ നിസ്സഹായാവസ്ഥ ഈശോയുടെ മുമ്പിലേക്ക് അവൻ പറഞ്ഞപ്പോൾ നമ്മൾ കാണുന്നു, ഈശോ എഴുന്നേറ്റു. ഈശോ എഴുന്നേറ്റു മക്കളെ, മാതാപിതാക്കളെ. എന്നിട്ട് അവൻ്റെ കൂടെ ഈശോ അവൻ്റെ വീട്ടിലേക്ക് പോവാ. ജനക്കൂട്ടത്തെ ഗവനിക്കുന്നതേ ഇല്ലാത്ത പോലെ, മറ്റൊന്നും പറയാതെ വിളിച്ചവൻ്റെ കൂടെ കണ്ണുനീരോടെ, ഒത്തിരിയേറെ തകർച്ചയുടെ നൊമ്പരത്തോടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചവൻ്റെ കൂടെ യേശു അവൻ്റെ വീട്ടിലേക്ക് പോവാ. ഈ നിമിഷങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടു കൂടി തമ്പുരാനെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ തകർച്ചയിലേക്ക് അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുനീരോടെ നീ തമ്പുരാന്റെ മുമ്പിൽ ജായിറൂസിനെ പോലെ കണ്ണുനീരോടെ നൊമ്പരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ അങ്ങ് വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, കടന്നു വരണമേ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ തകർച്ചകളിലേക്ക്, ഞങ്ങളുടെ രോഗങ്ങളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക് യേശുവേ വരണമേ. ഞാൻ ആകെപ്പാട് തകർന്നിരിക്കുന്നു, ഇന്നെന്റെ കുടുംബം തകർച്ചയിലാണ്, എൻ്റെ മക്കൾ വഴിപിഴച്ചു പോയിരിക്കുന്നു, എനിക്ക് സമാധാനമില്ല, സന്തോഷമില്ല, ഞാൻ രോഗിയാണ്. എൻ്റെ കർത്താവേ അങ്ങ് വരണം, അങ്ങ് വരണം, അങ്ങ് വരണം എൻ്റെ ജീവിതത്തിലേക്ക്.
വലിയ ദാഹത്തോടെ കരങ്ങൾ കൂപ്പി വാ വാ യേശുനാഥ എന്ന ഗാനത്തിന് ഈരടികൾ വലിയ ദാഹത്തോടെ പാടിക്കൊണ്ട് യേശുവിനെ വിളിച്ച് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. വാ വാ യേശുനാഥ എന്റെ ജീവിതത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. വലിയ ദാഹത്തോടെ വിളിച്ചേ എന്റെ തകർച്ചകളിലേക്ക് വരണമേ. ഹൃദയം തേടിടും സ്നേഹമേ നീ. ഓ സ്നേഹമേ യേശുവേ യേശുനാഥ യേശുനാഥ. ഈശോയെ നോക്കി വിളിക്കുക. സ്നേഹനാഥ ഹൃദയം മുറുകി ഹൃദയം തേടിടും സ്നേഹമേ നീ. യേശുനാഥ. ഈശോയെ അങ്ങ് നോക്കിക്കേ. അങ്ങയുടെ മക്കൾ വലിയ ദാഹത്തോടെയാണ് ഈ രാത്രിയിൽ അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുക. കണ്ണുനീരോടെ അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അങ്ങ് കേൾക്കണമേ കർത്താവേ. അങ്ങ് കടന്നു വരണം, അങ്ങ് ഇടപെടണം. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ, ഞങ്ങളുടെ ദുഃഖങ്ങളിൽ, ഞങ്ങളുടെ തകർച്ചകളിൽ, ഞങ്ങളുടെ ബലഹീനതകളിൽ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥകളിൽ, ഞങ്ങളുടെ ദുർബലതകളിൽ, ഞങ്ങളുടെ അടിമത്തങ്ങളിൽ, ഞങ്ങളുടെ ബന്ധനങ്ങളിൽ, പിശാചിനാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥകളിൽ യേശുവേ അങ്ങ് കടന്നു വരണം, അങ്ങ് കടന്നു വരണം, അങ്ങ് ഇടപെടണം. ഇതാ യേശു എഴുന്നേറ്റ് അവന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോവാ. ജനക്കൂട്ടവും ഈശോയുടെ പിന്നാലെ തിക്കി തിരക്കിക്കൊണ്ട് ഇതാ ആ വഴിയിൽ നിറഞ്ഞ് ആ വീട്ടിലേക്ക് പോവാ. ആ സമയത്ത് ഇതാ പ്രിയപ്പെട്ടവരെ, ഒരു മകൾ, അവൾ രക്തസ്രാവം ബാധിച്ച സ്ത്രീയാണ്. നീണ്ട 12 വർഷം രക്തസ്രാവത്താൽ നീറുന്ന മകൾ. അവളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ഒത്തിരിയേറെ പൈസ ചെലവഴിച്ചു, അനേകം വൈദ്യന്മാരെ അരികിലേക്ക് പോയി, എന്നാൽ ആർക്കും സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അവളുടെ രോഗം കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. അവൾ ഇങ്ങനെ മനസ്സിൽ കരുതി, അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് തൊട്ടാ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. എൻ്റെ പ്രിയ മകനെ, മകളെ, മാതാവേ, പിതാവേ, ഇതാ യേശു നമ്മുടെ കൂടെയുണ്ട്. ആ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. ഈശോന്റെ കൂടെയുണ്ട്. ആ മകൾ ഇങ്ങനെ കരുതി, അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് തൊട്ടാ മതി, ഞാൻ സുഖം പ്രാപിക്കും. ആ വിശ്വാസത്തോടുകൂടി ആ തിക്കി തിരക്കിക്കൊണ്ട് ജനക്കൂട്ടത്തിനിടയിലൂടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ആ മകൾ വന്ന് കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ നിന്ന് തൊട്ടു. നാം വായിക്കുന്നു, തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു, താൻ രോഗവിമുക്തയായി എന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റി. ഈ നിമിഷം എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നീ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഈശോയെ വിശ്വാസത്തോടെ ഒന്ന് തൊട്ടാൽ, വിശ്വാസത്തോടെ വിളിച്ചാൽ, തൽക്ഷണം ഇപ്പോൾ ഈ നിമിഷം തന്നെ നിന്റെ തകർച്ചകൾ മാറും, രോഗങ്ങൾ മാറും, കഷ്ടപ്പാടുകൾ മാറും, കെട്ടുകൾ അഴിയും, ബന്ധനം അഴിയും. നിന്റെ മക്കളിലേക്ക് ദൈവകൃപ ഒഴുകും. ഈശോ പറഞ്ഞു, ആരോ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവിരിക്കുന്നു. ഈ നിമിഷം യേശുവിനെ തൊട്ടാൽ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മേഖലകളിലേക്ക് യേശുവിന്റെ ശക്തി ഒഴുകും, ദൈവിക ജീവൻ ഒഴുകും, ദൈവകൃപയൊഴുകും. അത് നിന്റെ കുടുംബമാകാം, നിന്റെ മക്കളാകാം, നിന്റെ രോഗങ്ങളാകാം, തകർച്ചകളാകാം, തടസ്സങ്ങളാകാം, കെട്ടുകളാകാം, ബന്ധനങ്ങളാകാം, എന്തുമാകട്ടെ, വിശ്വാസത്തോടെ ഈശോയെ തൊട്ടാൽ ഈ നിമിഷം യേശുവിന്റെ ശക്തി ഈ രാത്രിയിൽ നീ എവിടെയായിരിക്കട്ടെ, നീ എങ്ങനെയും ആയിരിക്കട്ടെ, യേശുവിന്റെ ശക്തി ഈ രാത്രി നിന്നിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ തകർച്ചകളിലേക്ക് ഒഴുകും. ആ ശക്തി അറിയുവാൻ വേണ്ടി വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, ശക്തി എടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി ആ രക്തസ്രാവം ബാധിച്ച സ്ത്രീ ഈശോയെ തൊടാൻ വേണ്ടി ഉയർത്തിയ കരങ്ങളെ പോലെ ഈ നിന്റെ കരങ്ങൾ ഉയർത്തി നിന്റെ വേദനകളിൽ സമർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ ശക്തി ഇപ്പോൾ നിന്നിലേക്ക് ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ശക്തിയോടെ, ജീവനോടെ, ഉണർവോടെ കരങ്ങൾ നീട്ടി യേശുവിനെ നോക്കി, യേശുവിനെ നേരെ നീട്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ശക്തി ഒഴുകട്ടെ, ദൈവിക ശക്തി ഒഴുകട്ടെ, ദിവ്യകാരുണ്യ ശക്തി ഒഴുകട്ടെ, യേശുവിന്റെ ശക്തി ഇപ്പോൾ ഈ രാത്രിയിൽ കാര്യങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും ഒഴുകട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ, പൈശാചിക സ്വാധീനങ്ങൾ, അന്ധകാര ശക്തികൾ, രോഗപീഠകൾ, ശാപബന്ധനങ്ങൾ ഈ നിമിഷം വിട്ടുപോകട്ടെ. യേശുവിന്റെ ശക്തി
യേശുവിന്റെ ശക്തി, ദൈവിക ജീവൻ സൗഖ്യമായി നിറയട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. മഹത്വം മഹത്വം മഹത്വം. ദൈവ മഹത്വം ഇവിടെ നിറയട്ടെ. ദൈവിക ശക്തി നിറയട്ടെ. ദൈവിക ജീവൻ നിറയട്ടെ. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. വാ യേശുനാഥ. ദാഹത്തോടെ പ്രാർത്ഥിക്കാം മക്കളെ, മാതാപിതാക്കളെ. എല്ലാവരും ചേർന്ന് പാടിക്കേ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ഹൃദയം തേടിയിടും സ്നേഹമേ നീ. ഓ എന്റെ സ്നേഹമേ, ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് ഈശോയെ നോക്കി. ഈശോയെ വരണമേ. സ്നേഹനാഥ, ഓ എന്റെ സ്നേഹനാഥ. ഹൃദയം തേടിയിടും സ്നേഹമേ നീ. യേശുവേ, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾ ഒത്തിരിയേറെ അടിമപ്പെട്ട് കിടക്കുന്നവരാണ്. ഈശോ, അങ്ങേക്ക് അറിയാലോ ഞങ്ങൾ ദുർബലരാണെന്നും നിസ്സഹായരാണെന്നും. ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ അകൃത്യങ്ങൾ, ഞങ്ങളുടെ മേലുള്ള അടിമത്തങ്ങൾ, നന്മ ഇച്ഛിച്ചിട്ടും തിന്മ പ്രവർത്തിച്ചു പോകുന്ന ദുരവസ്ഥകൾ. യേശുവേ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഈ രാത്രിയിൽ അങ്ങയുടെ അരികിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ സമയത്ത് അങ്ങയുടെ വലിയ കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. അങ്ങ് പറഞ്ഞല്ലോ യേശുവേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം ഈശോയെ. ജീവിതാനുഭവങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾക്കൊന്നും സാധ്യമല്ല. കൃപയെ വളരാൻ പറ്റില്ല, നന്മ ചെയ്യാൻ പറ്റത്തില്ല, വിശുദ്ധിയെ വളരാൻ പറ്റില്ല, പാപത്തെ വിട്ടുപേക്ഷിക്കാൻ പറ്റണില്ല. അടിമകളാണ് ഞങ്ങളെന്ന്. ഞങ്ങളുടെ രോഗങ്ങൾ, തകർച്ചകൾ, ഞങ്ങളുടെ വഴിതെറ്റിപ്പോയ മക്കള് ഒത്തിരി കഷ്ടപ്പെട്ടു, ഉപദേശിച്ചു, എന്നാൽ ഒന്നും പറ്റുന്നില്ല കർത്താവേ. ഞങ്ങൾ ആകപ്പാടെ തകർന്ന അവസ്ഥയിലാണ് ഈ രാത്രിയിൽ അങ്ങയുടെ അരികിലേക്ക് കടന്നു വരിക. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. നമുക്ക് ഈശോയോട് പറയാം, യേശുവേ നീ എൻ പ്രാണനാഥൻ. ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചെല്ലാവരും, നീ എൻ പ്രാണനാഥൻ. ഹൃദയം തുറന്ന് പറ. നീ എൻ സ്നേഹരാജൻ. ഓ എന്റെ ഈശോയേ, നിന്നിലെല്ലാം ജീവനും സ്നേഹവുമേ. ഈശോയേ, യേശുനാഥ. ഒരിക്കൽ കൂടി ഈശോയോട് പറ, നീ എൻ പ്രാണനാഥൻ. നീ എൻ പ്രാണനാഥൻ. അതേ കർത്താവേ, നീ എൻ സ്നേഹരാജൻ. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. നിന്നിലെല്ലാം ജീവനും സ്നേഹവുമേ. ഈശോയേ, യേശുനാഥ. കർത്താവേ, ഇത് ഞങ്ങൾ അങ്ങയുടെ അരികിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ സമയം ദിവ്യഗാന സന്നദ്ധിയിൽ ആയിരിക്കുന്ന ഓരോ മക്കളും പൂർണ്ണ ഹൃദയത്തോടെ തമ്പുരാന്റെ മുമ്പിലേക്കെല്ലാം സമർപ്പിക്കാം. ഒരു കാര്യം സത്യമാണ് പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈശോയുടെ ജീവനുണ്ടെങ്കിൽ, ഈശോയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ നമ്മൾ ദൈവകൃപയിലാണ് ജീവിക്കുന്നത്. ദൈവിക ജീവന്റെ നിറവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ദൈവകൃപ നിറഞ്ഞാൽ, ദൈവിക ജീവൻ നിറഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിൽ രോഗം തങ്ങി നിൽക്കത്തില്ല, നമ്മുടെ കുടുംബത്തിൽ തകർച്ചകൾ നിൽക്കത്തില്ല, നമ്മുടെ മക്കൾ പിശാചിന്റെ പിടിയിലേക്ക് പോകില്ല. ദൈവകൃപ നിറഞ്ഞ വീട്, ദൈവകൃപ നിറഞ്ഞ മക്കൾ, ദൈവകൃപ നിറഞ്ഞ ബിസിനസ്, ദൈവകൃപ നിറഞ്ഞ ജോലി, ദൈവകൃപയുള്ള പഠനം ഒന്നും നശിക്കത്തില്ല. അത് തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നതാ. ഈശോ പറഞ്ഞില്ലേ ഇന്ന് നമ്മോട്, തായ്തണ്ടിനോട് ശാഖ എന്ന പോലെ എന്നോട് ചേർന്ന് നിൽക്കുന്ന മക്കൾ കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കും, തായ്തണ്ടിൽ നിന്ന് ജീവരാസം സ്വീകരിക്കും, ആ ശാഖകൾ വളരും, ധാരാളം ഫലം പുറപ്പെടുവിക്കും. എന്നാൽ ഈശോ നഷ്ടപ്പെട്ടാൽ, ഈശോയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടാൽ, ദൈവകൃപ നഷ്ടപ്പെട്ടാൽ ഉണങ്ങിപ്പോവും. ഇന്ന് നീ ഓർത്തോ, ഇതാണ് നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ. യേശുവേ, ജീവൻ നൽകുവാൻ വേണ്ടി, സമൃദ്ധമായി നൽകാൻ വേണ്ടി അങ്ങ് ദിവ്യകാരുണ്യമായി മാറിയല്ലോ. അങ്ങയുടെ ജീവന്റെ സമൃദ്ധി നൽകിക്കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും ഇപ്പോൾ നിറച്ചുകൊണ്ട് അത്ഭുതകരമായ വിടുതലും ജീവന്റെ സമൃദ്ധിയിലൂടെയും കർത്താവേ സൗഖ്യവും സന്തോഷവും സമാധാനവും വിശുദ്ധിയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ലാസർ രോഗിയായപ്പോൾ മർത്തായും മറിയവും ഈശോയുടെ അരികിലേക്ക് ആളയച്ചു. എന്നാൽ ഈശോ വന്നില്ല, നമുക്കറിയാം.
ലാസർ മരിച്ചിട്ട് 4-ാം ദിവസമാ ഈശോ വരുന്നത്. ഓർത്ത് നോക്കിക്കേ, അകപ്പാട് തകർന്ന കുടുംബം, മരിച്ചു ലാസർ. ആ സഹോദരിമാർക്ക് എന്ത് സങ്കടമായിരിക്കും. ആ സമയത്ത് ഈശോ വരിക. ഈശോ ഗ്രാമത്തിന് വെളിയിലെത്തിയതേ ഉള്ളൂ. മർത്ത ഓടി ഈശോയുടെ മുമ്പിൽ ചെന്ന് കാൽക്കൽ വീണിട്ട് ഈശോയോട് പറയാ, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എൻ്റെ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ഈശോയോടൊന്ന് പറയാമോ നീ ഈ ഒരു വലിയ സത്യം? നീ തകർന്നിട്ടുണ്ടോ? നീ പാപത്തിനടിമയാണോ? നീ രോഗങ്ങൾ നിന്നെ കീഴടക്കിയിട്ടുണ്ടോ? നിന്റെ കുടുംബത്തിൽ അസമാധാനമാണോ? നിന്റെ മക്കൾ വഴിതെറ്റി പോയിട്ടുണ്ടോ? തകർച്ചകളും ദുരന്തങ്ങളും ഒന്നുണ്ടോ? ഒരു കാര്യം സത്യ, ഈശോ നമ്മുടെ മക്കളിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഈശോ കുടുംബത്തിലുണ്ടായിരുന്നെങ്കിൽ, ഈശോ ജീവിതത്തിലുണ്ടായിരുന്നെങ്കിൽ, ഈശോ ബിസിനസ്സിലുണ്ടായിരുന്നെങ്കിൽ, ഈശോ ജോലിയിലുണ്ടായിരുന്നെങ്കിൽ, ഈശോ പഠനത്തിലുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ നമുക്ക് സംഭവിക്കുമായിരുന്നില്ല. ഈ ഒരു വലിയ സത്യമാണ് മർത്ത പറഞ്ഞത്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. പ്രിയ മക്കളെ, മാതാപിതാക്കളെ, ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഈശോ കൂടെയുണ്ട്. മറിയവും ഈശോയോട് അത് തന്നെ പറഞ്ഞ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ആ വിശ്വാസത്തോടു കൂടി പറഞ്ഞപ്പോൾ ആ മക്കളോട് ഈശോ പറഞ്ഞത് എന്താ? മക്കളെ, വിശ്വസിക്കുക, ദൈവമഹത്വം നിങ്ങൾ ദർശിക്കും. ദൈവമഹത്വം ദർശിക്കും, വിശ്വസിക്കുക. ഈ തിരിച്ചറിവോടുകൂടി നമ്മൾ ഈശോയെ വിട്ടതിനെ ഓർത്ത്, ഈശോയില്ലാതെ ജീവിച്ച ഏതെങ്കിലും ജീവിതാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട്, ഇത് ഈശോ നമ്മുടെ കൂടെയുണ്ട്, ഈശോയുടെ കൂടെ നമ്മളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിശ്വാസത്തോടെ, വലിയ സ്നേഹത്തോടെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിത മേഖലകളെയും എല്ലാം ഈശോയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ കൂടെയുള്ള ഈ രാത്രിയിൽ എല്ലാം നൽകുന്ന, വിശ്വസിക്കുക, ദൈവമഹത്വം ദർശിക്കുമെന്ന് പറഞ്ഞ കർത്താവിന് മുമ്പിലേക്ക് വിശ്വാസത്തോടെ നമ്മയും നമ്മുടെ ജീവിത പ്രശ്നങ്ങളെയും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ഈശോയെ വിളിച്ച് വീണ്ടും വലിയ ദാഹത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ വിളിച്ച് ശ്രീനാഥ, ഹൃദയം തേടിയിടും സ്നേഹമേ, യേശുനാഥ. ലാസറിന്റെ ശവകുടീരത്തിങ്കൽ ഈശോ ചെന്നിട്ട് കല്ലുരുട്ടി മാറ്റാൻ പറയുന്ന സമയത്ത് മർത്ത പറയുന്നില്ലേ, കർത്താവേ, ഇത് 4-ാം ദിവസമാണ്, ദുർഗന്ധം വമിക്കുന്നുണ്ടാകും, ചീഞ്ഞ് അവസ്ഥയായിട്ടുണ്ടാകും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥകളെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, കാലഘട്ടത്തിൻ്റെ പഴക്കം ചെന്ന ചില തകർച്ചകൾ, വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല, ഒത്തിരിയേറെ തടസ്സങ്ങൾ, വിവാഹം നടക്കുന്നില്ല, ഓരോരോ പ്രശ്നങ്ങളൊക്കെ നമ്മുടെയും ജീവിതത്തിലില്ലേ. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, ഇനിയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ല, ഇനിയൊരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ്. ഇനി അതിൽ നിന്നൊരു ജീവൻ പ്രതീക്ഷിക്കാൻ പോലും വകയില്ല. അതുപോലെ ചിലപ്പോഴായിരിക്കും നമ്മുടെ അവസ്ഥകൾ. എൻ്റെ പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ഈ രാത്രിയിൽ നീ വിശ്വസിക്കുക, ദൈവമഹത്വം ദർശിക്കും. ഈശോ പറഞ്ഞു, നീ വചനമനുസരിക്കും. വചനമനുസരിച്ച് ഈശോയോട് ചേർന്നാൽ ദൈവമഹത്വം ദർശിക്കും. ഈശോ പറഞ്ഞവരോട് കല്ലുരുട്ടി മാറ്റ്. കർത്താവിൻ്റെ വചനം അനുസരിക്കാൻ അല്പം മടി പോലെ, എന്നാലും ഈശോ പറഞ്ഞു, വിശ്വസിക്ക്, ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല മക്കളെ, വചനമനുസരിക്കും. ഈ രാത്രിയിൽ തമ്പുരാന്റെ മുമ്പിലേക്ക് നിന്നെ തന്നെ സമർപ്പിച്ചിട്ട്, നിന്റെ കുടുംബത്തെ സമർപ്പിച്ചിട്ട് നീ തീരുമാനിക്കും, യേശു എന്ത് പറയുന്നുവോ ഞാൻ അനുസരിക്കും, അതിനനുസരിച്ച് ഞാൻ ജീവിക്കും, പ്രവർത്തിക്കും, ദൈവപ്രമാണങ്ങൾക്കനുസരിച്ച് ഞാൻ ചെയ്യും. ഇതാ മർത്ത, അവര് ഈശോ പറഞ്ഞ കേട്ട് കല്ലുരുട്ടി മാറ്റിയപ്പോൾ കർത്താവിന്റെ ജീവദായകമായ വചനം ഇതാ ഉയർന്നു. ലാസറേ, പുറത്തു വരിക. യേശുവിന്റെ വചനം ആത്മാവും ജീവനുമാണ്. ആ വചനത്തിന് ശക്തി. മരിച്ച 4-ാം ദിവസം ദുർഗന്ധം വമിക്കാവുന്ന ചീഞ്ഞ അവസ്ഥയില്ല. ശരീരത്തിലേക്ക് ചെന്നപ്പോൾ അവന്റെ ശരീരത്തിൽ ആത്മാവും ജീവനും നിറഞ്ഞു. അവനിതാ ജീവനുള്ളവനായിട്ട് പുറത്തു വന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിങ്കിലേക്ക് നമുക്ക് വലിയ വിശ്വാസത്തോടു കൂടി കടന്നു വരാം. കർത്താവിങ്കിലേക്ക് നമ്മെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കാം. കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് നീ വിശ്വസിക്കുക. ഈ ഈശോയ്ക്കല്ലാതെ നമ്മെ സുഖപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്ന് വിശ്വസിക്കുക. യേശുവേ, ഈ വിശ്വാസത്തോടു കൂടി രാത്രിയിൽ അങ്ങയുടെ മക്കളിതാ അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണം. അങ്ങ് ഞങ്ങളെ സുഖപ്പെടുത്തണം. അങ്ങ് വരണം. അത് മതി കർത്താവേ. അങ്ങ് വരണം എൻ്റെ കുടുംബത്തിലേക്ക്. അങ്ങ് വരണം എൻ്റെ മക്കളിലേക്ക്. യേശുവേ, അങ്ങ് നോക്കിക്കേ മക്കളെ. അങ്ങയുടെ മുമ്പിൽ കണ്ണുനീരോടെ ദാഹത്തോടെ പ്രാർത്ഥിച്ച് ഈ രാത്രിയിൽ ഉറക്കം വിളിച്ച്
അങ്ങയുടെ മുമ്പിലിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും യേശുവേ അങ്ങ് ഇപ്പോൾ അനുഗ്രഹിക്കണം. അങ്ങയുടെ ശക്തി ഈ മക്കളിലേക്ക് ഒഴുക്കണം. ഏതവസ്ഥയുമാകട്ടെ, ചിലപ്പോൾ ചീഞ്ഞു ദുർഗന്ധം വമിക്കാവുന്ന ഒരു പ്രത്യാശയില്ലാത്ത കാലഘട്ടത്തിന്റെ പഴക്കമുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത അവസ്ഥയായിരിക്കും. അങ്ങയുടെ ശക്തി, അങ്ങയുടെ വചനത്തിന്റെ ശക്തി, അങ്ങയുടെ ജീവദായകമായ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി, അങ്ങയുടെ ബലിയുടെ ശക്തി ഇപ്പോൾ ഈ മക്കളിലേക്ക് അങ്ങ് വർഷിക്കണം. വലിയ ദാഹത്തോടുകൂടി എല്ലാവരും കർത്താവിന് മുമ്പിലേക്ക് ഈ വിശ്വാസത്തോടുകൂടി എല്ലാം സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇത് സൗഖ്യത്തിന്റെ സമയമാണ്. രോഗങ്ങൾ വിട്ടുപോകുന്ന സമയം, വലിയ ജീവൻ പ്രാപിക്കുന്ന സമയം. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ ശക്തി ഒഴുകുന്ന സമയം. ലാസറെ പുറത്തു വരിക എന്ന വചനത്തിന്റെ ശക്തി, ആത്മാവും ജീവനുമായ ദൈവത്തിന്റെ ശക്തി, ദിവ്യകാരുണ്യ ശക്തി. തടസ്സങ്ങൾ മാറുന്നു, കെട്ടുകൾ അടിയട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ, രോഗങ്ങൾ വിട്ടുപോകട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി ഒഴുകുന്നു. പല രോഗങ്ങളും കർത്താവ് എടുത്തു മാറ്റിക്കൊണ്ട്, പല മേഖലകളിലേക്ക് കർത്താവിന്റെ ശക്തി ഒഴുക്കിക്കൊണ്ട്, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ജീവന്റെ സമൃദ്ധി, ആത്മാവിന്റെ സമൃദ്ധി ഇതാ കർത്താവ് നമ്മിലേക്ക് ഒഴുക്കുകയാണ്. വലിയ ദാഹത്തോടെ ഈശോയെ വിളിച്ച്, വരിക വരിക യേശുവേ, എന്നിൽ വന്ന് നിറയൂ, എൻ്റെ കുടുംബത്തിൽ വന്ന് നിറയൂ, എൻ്റെ ജീവിതത്തിൽ വന്ന് നിറയൂ, എൻ്റെ ശരീരത്തിൽ വന്ന് നിറയൂ. ഹൃദയത്തിന്റെ വാതിലുകൾ തുറന്നുകൊണ്ട് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. യേശു വന്ന് നിറയണം, ഈശോ വരണം. ഈശോയെ, അങ്ങില്ലാതെ പോയത് ഇതൊക്കെ സംഭവിച്ച് അങ്ങ് വരണം എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്. ഞാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നുവെന്ന് ഹൃദയം നുറങ്ങി ചങ്കുപൊട്ടി വലിയ ദാഹത്തോടെ പറഞ്ഞുകൊണ്ട് എല്ലാ മക്കളും ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. എല്ലാവരും ചേർന്ന് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. എല്ലാവരും ചേർന്ന് പാടിക്കേ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൽ നിറയ്ക്കൂ നീ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൽ നിറയ്ക്കൂ നീ. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ. ഈശോയെ, ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങൾക്കുള്ളവയെയും എല്ലാം അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളിതാ തുറന്നു പിടിക്കുന്നു. എല്ലാ മക്കളും പൂർണ്ണ ഹൃദയത്തോടെ നമ്മെ, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എന്തുമാകട്ടെ എല്ലാം ഈശോയുടെ മുമ്പിലേക്ക് തുറന്നു പിടിക്കുക. ഈശോ വരാൻ വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, പ്രശ്നങ്ങളിലേക്കൊക്കെ വരണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ഈശോയ്ക്ക് എല്ലാം സമർപ്പിക്കുകയും. ഈശോ ഉണ്ടെങ്കിൽ പ്രിയ മക്കളെ, മാതാപിതാക്കളെ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഈശോ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ദൈവകൃപ നിറയും, ദൈവിക ജീവൻ നിറയും. ഈശോ ഉണ്ടെങ്കിൽ ഒരു പിശാചിൽ നമ്മുടെ കുടുംബത്തെയോ ജീവിതത്തെയോ തകർക്കാനാകില്ല. ഈശോ വന്നത് നമുക്ക് ജീവൻ തരാനാ, സമൃദ്ധമായി തരാനാ. ഈ രാത്രിയിൽ വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചാൽ ആ ജീവൻ നമ്മിൽ നിറയും. എല്ലാ മക്കളും മുട്ടുകുത്തി നിൽക്കാം. മുട്ടുകുത്തി നിന്ന് തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാം പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആ വലിയ ശക്തിയാലും ചൈതന്യത്താൽ നിറയപ്പെടാൻ വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോ മാത്രം മതി നമുക്ക്. ഈശോയോട് പറ, നീ മാത്രം മതി കർത്താവേ, എനിക്ക് എൻ്റെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിന് എല്ലാം അങ്ങ് മാത്രം മതി. എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയോട് പറയാം. നീ മാത്രം മതി, എൻ്റെ യേശു മാത്രം മതി. യേശുവേ, നീ മാത്രം മതി, നീ മാത്രം മതി, എൻ്റെ യേശു മാത്രം മതി.
സമർപ്പിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ ശക്തി നമ്മിലേക്ക് ഒഴുകുവാൻ, ആശീർവാദത്തിൻ്റെ വലിയ അഭിഷേകം നമ്മിലേക്ക് നിറയപ്പെടാൻ വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുക. എല്ലാവരും കരങ്ങൾ ഉയർത്തി എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, വിടുതലിൻ്റെ, സൗഖ്യത്തിൻ്റെ സമയമാണത്. ഈശോ നമ്മെ ആശീർവദിക്കുന്ന സമയം. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ ആ രക്തസാമ്രാജ്യ സ്ത്രീയിലേക്ക്. യേശുവിൻ്റെ ശക്തി ഒഴുകിയതുപോലെ കർത്താവേ അങ്ങയുടെ ശക്തി ഇപ്പോൾ ഒഴുകട്ടെ, ഈ സമൂഹത്തിലേക്ക് ഒഴുകട്ടെ. ലോകമെമ്പാടുമുള്ള സകല മക്കളിലേക്കും അങ്ങയുടെ ശക്തി ഇപ്പോൾ ഒഴുകട്ടെ. ഈ സമയം അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങയുടെ ശക്തി ഒഴുകട്ടെ. സൗഖ്യത്തിൻ്റെ ശക്തി, വിടുതലിൻ്റെ ശക്തി, പൈശാചിക സ്വാധീനങ്ങൾ ഇപ്പോൾ വിട്ടുപോകട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, മക്കളിൽ നിന്ന്, ജീവിത മേഖലകളിൽ നിന്ന് എല്ലാ കെട്ടുകളും അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. വലിയ വിടുതൽ പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. വലിയ ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ. അപരിമേയമായ ദൈവിക ശക്തി ഒഴുകട്ടെ, ഒഴുകട്ടെ. യേശുവേ, യേശുവേ, യേശുവേ അങ്ങേ ശക്തി ഒഴുകണമേ കർത്താവേ. അഭിഷേകം ചെയ്യണമേ കർത്താവേ. കൃപ ഒഴുകട്ടെ, സൗഖ്യം നിറയട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ. യേശുവേ, 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 യേശുവേ. അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ. സൗഖ്യം നിറയട്ടെ കർത്താവേ. യേശുവേ, യേശുവേ, യേശുവേ. അങ്ങയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പ്രവേശനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പ്രവേശനമുണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പ്രവേശനമുണ്ടായിരിക്കട്ടെ.